മാലിന്യോത്സവം അവസാനിച്ചു. സൂത്രകാഴ്ചയുമായി വചനക്കൊള്ളക്കാർ സ്ഥലം വിട്ടു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച കോട്ടയത്ത് അവസാനിച്ച വചനക്കൊള്ളക്കാരന്മാരുടെ സൂത്രകാഴ്ച പിടുങ്ങൽ പരിപാടിക്ക് പെന്തക്കോസ്തു വിശ്വാസികൾ ചാർത്തിക്കൊടുത്ത പേര് കേൾക്കുക: മാലിന്യോത്സവം. ആത്മീയഗോളത്തിലെ സകല മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ ഒരു കൺവെൻഷനായിരുന്നത്രേ കോട്ടയത്ത് നടന്നത്. ശനിയാഴ്ച മാലിന്യോത്സവം കഴിഞ്ഞെങ്കിലും പ്ലാച്ചർമാർ നടത്തിയ മാലിന്യ പ്രസംഗത്തിന്റെ ദുർഗന്ധം ശനിയാഴ്ച വൈകിട്ട് മുതലാണ് വിശ്വാസികൾക്ക് അടിച്ചു തുടങ്ങിയത്. സൂത്രം പറഞ്ഞിരുന്ന പെന്തോകൾക്ക് ഇവന്മാർ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയിരുന്നില്ല. വെറുതെ കൈയടിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ മാലിന്യ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ വന്നത് കേട്ടപ്പോഴാണ് പലർക്കും ഷടാ, അവനെ നമ്മൾ ശാപ്പാടും കൈമടക്കം കൊടുത്ത് മര്യാദയ്ക്ക് വിട്ടല്ലോ എന്ന് തോന്നിപ്പോയത്. തിരുവല്ലയിൽ നിന്നും വചനക്കൊള്ളയ്ക്കായി ബംഗളൂരുവിൽ കുടിയേറിയ അസംബ്ലീസ് ഓഫ് സാത്താനിലെ മൂത്ത പ്ലാച്ചർ MA വർഗീസിന്റെ രണ്ടാമത്തെ വിത്ത് ജോൺസൺ വർഗീസ് നടത്തിയ ആ മാലിന്യ ഛർദി കാണുക. അപ്പോസ്തോലനായ പൗലോസ് എഫേസർക്കും കൊരിന്ത്യർക്കും തീമോഥെയോസിനുമൊക്കെ എഴുതിയ കുടുംബജീവിതത്തിന്റെ മാതൃകയും മൂല്യവും ഒക്കെ എടുത്തു ദൂരെ കളഞ്ഞ് ഈ ദുരുപദേശകൻ പറയുന്നത് കേട്ടാലും പ്ലാച്ചർമാർ എന്ത് ആഭാസതരം കാണിച്ചാലും സഭയെ ദൈവം വളരുമാറാക്കും എന്നാണ് പ്ലാച്ചർ പറയുന്നത്. അത് കേട്ട് തൊണ്ട പൊട്ടുമാറ് സ്വോത്രം പറയുന്ന പെണ്ണുങ്ങളെയും നമുക്ക് കാണാവുന്നതാണ്. We have pastors whose wife ran away with associate pastor and came back and still church is growing. ബാംഗ്ലൂരില് ഞങ്ങളുടെ പല പാസ്റ്റർമാരുടെയും ഭാര്യമാര് അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. Church growth doesn't mean pastor is a saint. Church growth only means God is building his church. സഭ വളരുന്നു എന്നതിന്റെ അർത്ഥം പാസ്റ്റർ ഒരു വിശുദ്ധൻ എന്ന അർത്ഥത്തിലല്ല. വളർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ആര് നട്ടാലും ആര് നനച്ചാലും വളരുമാറാക്കുന്നവൻ ദൈവമത്രേ. It is God who gives the growth. ദൈവമാണ് നമുക്ക് വളർച്ച നൽകുന്നത്. Therefore catch a vision from God. ആകയാൽ ദൈവത്തിൽ നിന്ന് ഒരു ദർശനത്തെ. മാലിന്യോത്സവത്തിലെ മുഖ്യ മാലിന്യങ്ങളെ കാണുക: തീവട്ടി തങ്കുവിന്റെ പെട്ടിച്ചുമപ്പുകാരൻ തോമസ് കുട്ടി പ്ലാച്ചർ, ദുർമേധസ് കയറി രണ്ടും ഇപ്പോൾ ഒരു പരുവമായി. അതുപോട്ടെ, മൊട്ടയനിയും പരിപാടിക്ക് വന്നതോടെ മാലിന്യോത്സവം എന്ന പേര് അർത്ഥവത്തായി. മാലിന്യോത്സവം സ്തോത്രകാഴ്ച പിടുങ്ങുവാനുള്ള പരിപാടിയായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു സ്തോത്രകാഴ്ച തണ്ടൽ നടന്നത്. അന്തസ്സായി നിന്ന് സ്തോത്രകാഴ്ച തണ്ടുന്നത് കാണുക. 2024 സമാപനം 2025 നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറും. നിങ്ങൾ ദയവായി പണം കയ്യിലെടുത്തു വെച്ചുകൊണ്ട് സ്തോത്രകാഴ്ച എടുത്തുകൊണ്ടിരിക്കുകയാണ്. പണം കയ്യിലെടുത്തു വയ്ക്കുകയും അപ്പോൾ തന്നെ ഇടേണ്ട ആളുകൾ പണം ഇടുകയും ചെയ്യുക. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ലോഭമായി വിതയ്ക്കാതെ ധാരാളമായി വിതയ്ക്കുവാനുള്ള ഔദാര്യമായി ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ വേലയെ മാനിച്ച് സ്നേഹിച്ച് അർപ്പിക്കുന്ന ഈ ധനശേഖരണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കരം നീട്ടി ചെറുതും വലുതുമായ പണങ്ങളിടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സമൃദ്ധി കർത്താവ് നൽകണമേ. 2023 ഉപരിയായി 2024 സമാപനം 2025 ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കണമേ. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയ നന്മകൾ ഇവരുടെ മുമ്പിൽ കർത്താവ് പകരണമേ എന്ന് അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മടങ്ങി വരവ് താമസിക്കുന്നെങ്കിൽ 2025 ഞങ്ങളുടെ എല്ലാം അനുഗ്രഹത്തിന്റെ വർഷമാക്കണമേ. ഇതിലേക്ക് കരം നീട്ടുന്ന ഓരോ കുടുംബങ്ങൾക്കും അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് അവരുടെ മടിയിൽ കർത്താവ് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അനി ജോർജ് എന്ന വചനക്കൊള്ളക്കാരൻ പണം തട്ടിയെടുത്ത കോട്ടയം ബാമ്പാടി സ്വദേശി ശോശമ്മ എന്ന സ്ട്രോക്ക് ബാധിച്ച ഒരു വീട്ടമ്മയുടെ വാക്കുകൾ കേൾക്കുക. സാറാണോ? അതെ, കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. കോട്ടയം ബാമ്പാടി. അതിന്റെ പേര്? എൻ്റെ പേര് ശോശാമ്മ. ഞാൻ സ്ട്രോക്ക് വന്നിരുന്ന ഒരു വ്യക്തിയാണേ. അനി ജോർജ് എന്ന് പറയുന്ന അവന്റെ കാര്യം പറയാനുണ്ടായിരുന്നു. ഇങ്ങനെ ടി വിക്കകത്ത് കണ്ട് ഇപ്പൊ നമുക്ക് ആരെ പിടിച്ചാൽ ഊര് കിട്ടുമെന്നോർത്ത് നമ്മളിങ്ങനെ ഒത്തിരി, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാ. പ്രാർത്ഥിച്ച് 8 വർഷമായി 10 വർഷമായി സ്ട്രോക്ക് വന്നിരിക്കുന്നു. അപ്പം ടി വിക്കകത്ത് കണ്ടതാ. അപ്പൊ ഈ നമ്പരെ വിളിച്ചപ്പം ഒരു പെണ്ണാ ഫോൺ എടുത്തത്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ആന്റി ഇവിടം വരെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു, വണ്ടി മുറ്റത്ത് വരെ വരും, ബ്രദറിന്റെ മുറ്റത്ത് വരെ വരുമെന്ന് പറഞ്ഞു. എന്താ സാറേ, ഞാൻ എന്നിട്ട് ഒരു ദിവസം വീട്ടിലാരും അറിയാതെ, എൻ്റെ മക്കളൊക്കെ വെളിയില്ല,
ഞാൻ പോയി. പിന്നെ അവിടെ ചെന്ന് ധ്യാനെ കണ്ട് ഒത്തിരി ക്യൂ ആയിരുന്നു അവിടെ. അപ്പൊ ഇവിടെ കയറി, മുറിക്കകത്ത് കയറിയ ഒരു പ്രൈവറ്റ് റൂം പോലെ ഒരു മുറിയാ. അപ്പൊ അതിനകത്ത് കയറി, ഒരാൾ മാത്രമേ കയറത്തുള്ളൂ അതിനകത്ത്. അപ്പൊ അതിനകത്ത് കയറി വിവരം എല്ലാം പറഞ്ഞു. നമ്മുടെ തലയെ പിടിച്ച് അമ്മക്കി പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇത് ഒത്തിരി ദോഷമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ആദ്യം ചെയ്യണം, 2000 രൂപ ഈ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തരണമെന്ന് പറഞ്ഞു. 500 രൂപ വേറെ അവിടെ തളിക വെച്ചിരിക്കുക, അതിനകത്ത് ഇടണം. അപ്പൊ 500 രൂപ പിന്നെ വേറെ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്, അതിന് 2000 രൂപ പിന്നത്തെ ആഴ്ച ഇനി വരുമ്പം തന്നാൽ മതി. അവൻ എൻ്റെ ബ്രദറെ അത്രയും പൈസയൊന്നും ആയിട്ടല്ലേ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം പിന്നത്തെ ആഴ്ച ചെന്നപ്പം ഞാൻ 2000 രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പഞ്ചസാരയെല്ലാം പ്രാർത്ഥിച്ചിഞ്ഞു തന്നു. ഇത് പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം ഒരു ഞുള്ളു വായിലിടാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇടാൻ പറഞ്ഞു. എൻ്റെ ബ്രദറെ അവസാനം എൻ്റെ സാറേ എന്നോട് ഇവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു പ്രാർത്ഥനയുണ്ട്, അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുന്നത്, ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. ബ്രദറെ എനിക്ക് തിരുവനന്തപുരത്ത് വരാനും എനിക്ക് ഇതിനകത്ത് എനിക്കിപ്പോൾ ഉപവാസം എടുക്കാനൊന്നും, ഞാൻ 4 നേരം മരുന്ന് കഴിക്കുന്ന ആളാണ്, എനിക്കതുകൊണ്ട് അങ്ങനെയൊന്നും ഉപവാസം എടുത്ത് വരാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾ ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് വീട്ടിലിരുന്നോ. അപ്പം ഞങ്ങളിത് പ്രാർത്ഥന തിരുവനന്തപുരത്താണ് നടത്തുന്നത്, സാറ് കേട്ടോണം, ഒരാൾക്ക് 3000 രൂപ വെച്ച് 7 പേരുണ്ട്, 7 പേർക്ക് 21 രൂപ. എന്നോട് പറഞ്ഞു ഇത്രയും രൂപ തരണമെന്ന് പറഞ്ഞു. ഇത്രയും രൂപ തന്നാൽ നിങ്ങൾ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും, ഒരു കുഴപ്പവും ഇല്ല ഈ പ്രാർത്ഥന. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അതിനെ ബ്രദറെ തിരുവനന്തപുരത്ത് നടത്തുന്നേ. ഞാൻ പറഞ്ഞു അത് തിരുവനന്തപുരത്ത് നടത്തണം. അതെന്നാന്ന് ചോദിച്ചാൽ സാധാരണ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒക്കത്തില്ല, അത് തമിഴരാ, ആ തമിഴരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, അവരുടെ പ്രാർത്ഥനയ്ക്കായി എഫക്റ്റ് എന്ന് പറഞ്ഞു. എൻ്റെ സാറേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യേലെ കിടന്ന വള, 1 പവൻ്റെ വളയും 1.5 പവൻ്റെ മോതിരവും കൂടെ പണയം വെച്ച് എൻ്റെ സാറേ 21,000 രൂപ കൊണ്ട് അവൻ്റെ നെഞ്ചത്ത് വെച്ചു. ഇന്നും ഞാൻ ആ പഴയപടി ഞാൻ ഇരിക്കുക. എൻ്റെ സാറേ ഞാൻ ഇതുപോലെ പലതും ഇതിനകത്ത് കേട്ടതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തത് ഞാൻ വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ പണയം വെച്ചിട്ട് അക്കൗണ്ട് വഴിയാണോ കൊടുത്തത്? അല്ല, അവൻ്റെ നേരിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വേറെ അവിടെ പ്രാർത്ഥനയ്ക്ക് പൊക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരത്തിയോട് ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നോട് അന്നേരം പറഞ്ഞു, ഒരിക്കലും കൊടുക്കരുത്, പൈസ കൊടുക്കരുത്, അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം നേടണ്ട, അതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എൻ്റെ സാറെ ഓർത്തില്ല ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റുമെന്ന്. ഇപ്പം ഇങ്ങനെ ഈ ചാനൽ വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ ഇപ്പം മനസ്സിലായുള്ളൂ. ഞാനിത് കൊടുത്തത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല, ഇത്രയോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇവിടെ നോക്കാൻ നിന്ന പുള്ളിക്കാരത്തിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതിനെ കൂട്ടിയാണ് ഞാൻ വിട്ടത്. അതിൻ്റെ കയ്യിൽ ആ പണയം വെച്ചതും പിന്നെ പണയം വെച്ച് അവിടുന്ന് തന്നെ അവള് പൈസയുമായിട്ട് അവള് വെച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു അവിടെ. നാണം കെട്ട അനി ജോർജ്, താൻ എത്രയും വേഗം ഈ പാപത്തിന്റെ പണം തിരികെ കൊടുക്കുക. ഇതുപോലെ അനി ജോർജിനും ഇതേപോലെയുള്ള വചനക്കൊള്ളക്കാരന്മാർക്കും പണം കൊടുത്ത് കാശ് നഷ്ടപ്പെട്ടവർ ഇവന്മാരെ വിളിച്ച പണം തിരികെ ആവശ്യപ്പെടുക. അപ്രകാരം വഞ്ചിക്കപ്പെട്ടവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.